ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ഓണവിപണി സജീവമാകുന്നതിന് തൊട്ടുമുൻപ് നേന്ത്രക്കായ വിലയിൽ വൻ വർധന. മൂവാറ്റുപുഴയിൽ ചില്ലറ വിപണിയിൽ നേന്ത്രക്കായ വില കിലോയ്ക്ക് 60 രൂപയ്ക്ക് മുകളിലെത്തി. ഓണം അടുത്തു നിൽക്കെ മലയാളി കുടുംബങ്ങളുടെ പ്രതീക്ഷകളെ തകിടം മറിച്ച് വിപണിയിൽ നേന്ത്രക്കായ വില കുതിച്ചുയരുന്നു. ഓണസദ്യയ്ക്കും വിശേഷിച്ച് വറുത്ത ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉണ്ടാക്കുന്നതിനും ഒഴിച്ചുകൂടാനാകാത്ത നേന്ത്രക്കായയ്ക്ക് ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 60 രൂപയ്ക്ക് മുകളിലെത്തി വില. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ 40 രൂപയായിരുന്ന സ്ഥാനത്താണ് പെട്ടെന്നുള്ള ഈ വില വർധനവ്. ജൂൺ ആദ്യവാരം വെറും 20 രൂപയുണ്ടായിരുന്ന മൊത്ത വ്യാപാര വില ഇപ്പോൾ 58 രൂപ മുതൽ 64 രൂപ വരെയായി ഉയർന്നിരിക്കുകയാണ്. ദീർഘനാളത്തെ വിലയിടിവിന് ശേഷം ലഭിച്ച ഈ ഉയർന്ന വില കൃഷി ശേഷിച്ച കർഷകർക്ക് ആശ്വാസമാകുമെങ്കിലും ഉപ്പേരി വില വർദ്ധിക്കുന്നത് സാധാരണക്കാരായ കുടുംബങ്ങളുടെ ഓണച്ചെലവ് ക്രമാതീതമായി ഉയർത്തും. തിരുവാണിയൂർ, മഴുവന്നൂർ, കാലടി തുടങ്ങിയ പ്രധാന വാഴകൃഷി മേഖലകളിൽ പെയ്ത കനത്ത മഴയിലും കാറ്റിലും ആയിരക്കണക്കിന് വാഴകൾ നശിച്ചതും വെള്ളം കെട്ടിക്കിടന്ന് കായകൾ ചീഞ്ഞുപോയതുമാണ് പ്രാദേശിക ഉൽപാദനത്തെ സാരമായി ബാധിച്ചത്. ഇതിനു പുറമെ തമിഴ്നാട്ടിലെ തൃച്ചിയിൽ നിന്നുള്ള നേന്ത്രക്കായ വരവ് കുറഞ്ഞതും കർണാടക അതിർത്തികളിലെ നിയന്ത്രണങ്ങളും വിപണിയിലെ ലഭ്യത ഗണ്യമായി കുറച്ചു. ഓണം ലക്ഷ്യമിട്ടുള്ള ഉൽപാദനം കുറയുകയും എന്നാൽ ആവശ്യക്കാരുടെ എണ്ണം കുതിച്ചുയരുകയും ചെയ്തതോടെ പ്രാദേശിക കർഷകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് കായ വാങ്ങാൻ വ്യാപാരികൾ നിർബന്ധിതരാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.